ഭയം ഭക്തി ബഹുമാനം ദിലീപിന്റെ വളരെ പ്രതീക്ഷയോടുകൂടി വന്നൊരു സിനിമയാണ്. ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓളത്തിലോട്ട് കണ്ടപ്പോൾ എനിക്കും ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരാളാണ്. ഈ സിനിമ ധ്യാൻ ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, താരനിരകളുണ്ട്. ഇതുണ്ട്. മോഹൻലാൽ എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ ഗംഭീര റോളായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഈ സിനിമ ആദ്യത്തെ ദിവസം അത്യാവശ്യം കളക്ഷൻ 14.25 കോടിയോളം കളക്ഷൻ നേടിയ സിനിമയാണ്. 15 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി. പക്ഷെ പെട്ടെന്നാണ് ഈ സിനിമയുടെ കളക്ഷൻ ഡ്രോപ്പ് വന്നേക്കുന്നത്. ആ പടം ഒരു 90% പേർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ആ സിനിമ ഇത്രയും ഡ്രോപ്പ് വരാനുള്ള കാരണം ഇപ്പൊ അവധിയായി. ഏകദേശം 6 ദിവസം പിന്നിടുമ്പോൾ, വ്യാഴാഴ്ചയാണ്, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, 6 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 33-34 കോടി രൂപയുള്ള ആകെ ഇതിന്റെ കളക്ഷൻ. അത്യാവശ്യം നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. കാരണം ആദ്യത്തെ ഒരു 2 ദിവസത്തിന് ശേഷം, 2-3 ദിവസത്തിന് ശേഷം, പ്രത്യേകിച്ചും ഞായറാഴ്ചത്തേക്ക് ശേഷം ഈ പടം പെട്ടെന്ന് വീണു. ഒരു തിയേറ്ററിലൊക്കെ വളരെ പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഈ സിനിമയ്ക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ക്രിസ്മസ് അവധിക്ക് എങ്ങാണ് ആൾക്കാർ കയറി കണ്ടാൽ മാത്രമേ ഈ സിനിമ ഗംഭീരമാകാൻ ചാൻസ് ഉള്ളൂ. അതായത് ക്രിസ്മസ് അവധിക്ക് ഇന്നിപ്പം സർവമായ റിലീസ് ചെയ്യുന്നുണ്ട്, നാളെ ഋഷഭ് റിലീസ് ചെയ്യുന്നുണ്ട്, അവതാർ ഓൾറെഡി തിയേറ്ററിലുണ്ട്. ഇതിരിക്കെ ഇതിന്റെ കളക്ഷൻ മുന്നോട്ട് അധികം പോകാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനാണെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ ഒരു ഡിസാസ്റ്റർ, നമ്മളിപ്പം പറയാൻ പറ്റത്തില്ല, ഡിസാസ്റ്റർ ചാൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് പറയാം. ഡിസാസ്റ്റർ ആണെന്ന് പറയുന്നത് മോശം, പക്ഷേ ഡിസാസ്റ്ററിലേക്ക് നീങ്ങുന്ന ഒരു സിനിമയെന്ന് നമുക്ക് തോന്നുന്നു. കാരണം കളക്ഷൻ അതുപോലെ ഡ്രോപ്പായി. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ടും ഇടുക. കണ്ടിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും കളക്ഷൻ ഒരു 34 കോടി ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ കളക്ഷൻ. അത് വൻ ഇടിവാണ് കളക്ഷൻ ഉണ്ടായിരിക്കുന്നത്.